നിങ്ങൾക്ക്, അതെ നിനക്ക് തന്നെ ഒരവസരം തരുവാൻ ദൈവം ഒരാളെ അയച്ചിട്ടുണ്ട്. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്യ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ രാത്രിയിലും നിങ്ങൾക്ക് വേണ്ടി, അതെ ഒരവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, ആരെങ്കിലും സഹായിക്കുവാനുണ്ടായിരുന്നെങ്കിലെന്ന് കൊതിയോടെ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തന്നൊരു ഉറപ്പ് എന്നോട് പറഞ്ഞു, ഒരാളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അയക്കും. നിങ്ങളുടെ എക്സ്പീരിയൻസ് ചേഞ്ച് ആകും വിധത്തിലുള്ള ഒരു ദൈവിക പദ്ധതിയുമായി, അതെ ആ വിടുതൽ നിങ്ങളെ തേടി വരിക. വാക്യത്തിലേക്ക് നമുക്ക് പോയാലോ? മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം. ആ അയക്കപ്പെടുന്ന ആളെക്കുറിച്ച് ഈ ഭാഗത്തിൽ ധ്യാനിച്ചായിരിക്കുമ്പോൾ അവിടെ എന്നെ ചിന്തിപ്പിക്കുകയും ഒത്തിരി നേരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി സംസാരിക്കുവാൻ ഇട നൽകുകയും ചെയ്ത 2 കാര്യങ്ങൾ. ഒന്ന്, വേലക്കാർക്ക് വേണ്ടി അഥവാ ജോലിക്കാർക്ക് വേണ്ടി, ജോലി ആഗ്രഹിച്ചായിരിക്കുന്നവർക്ക് ജോലി കൊടുക്കുവാൻ വേണ്ടി. സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയ എങ്ങനെയാണ്? ജോലി ആവശ്യമുള്ളവർ ജോലിക്കാരെ വേണ്ടവരെ തേടിപ്പോകും അല്ലേ? ബയോഡേറ്റയ്ക്കുമായിട്ട് ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ, സഹായികളുമായിട്ട് പരിചയക്കാരുടെ അടുക്കൽ ജോലി ആവശ്യമുള്ള നിങ്ങൾ തേടിപ്പോകും അല്ലേ സഹോദര സഹോദരി? അവിടെ എത്തിയിട്ടും ഇപ്പം നാട്ടിലൊക്കെ ഉള്ളവർ പറയുന്നുണ്ട്, നീ അവിടെ എത്തി രക്ഷപ്പെട്ടു, നിൻ്റെ മക്കൾ അവിടെ എത്തി അല്ലേ മാതാവേ, ഒരുപാട് പൈസ ചിലവാക്കിയാണ് നീ അവരവിടെ കൊണ്ട് എത്തിച്ചത്. പക്ഷെ അവരിപ്പോഴും ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക ആ രാജ്യത്ത്. കേൾക്ക്, നിന്നോടാ, ആ രാജ്യത്ത് നല്ലൊരു ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുക. ആര് ജോലി തരും? ആരുടെ അടുക്കൽ ജോലി ഉണ്ടെന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുക. ആ നിന്നോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ജോലി ആവശ്യമുള്ളവർ നിന്നെ തേടി പുറപ്പെട്ടിട്ടുണ്ട്. ദൂത് ഏറ്റെടുക്കുവാൻ റെഡിയാണോ? ജോലി ആവശ്യമുള്ളവർ നിന്നെ തേടി പുറപ്പെട്ടിട്ടുണ്ട്. യെസ്, യേശുവിൻ നാമത്തിൽ സഹോദര സഹോദരി, നിൻ്റെ കാത്തിരിപ്പിന് അറുതി വരുവാൻ, ഇതുവരെയുള്ള നിൻ്റെ എക്സ്പീരിയൻസ് മാറുവാൻ തക്കവണ്ണം ജോലിക്കാരെ ആവശ്യമുള്ളവരെ അഥവാ നിനക്ക് ജോലി തരേണ്ടവരെ നിൻ്റെ അടുക്കലേക്ക് എൻ്റെ ദൈവം അയച്ചിട്ടുണ്ട്. ഇന്നലകൾക്ക് ഒരു മാറ്റം വരുവാൻ പോകുക. ഇനിയും തൊഴിൽ തെണ്ടി അലയുവാൻ, നല്ലൊരു ജോലിക്ക് വേണ്ടി അലയുവാൻ, മടുത്ത് ഭവനത്തിനകത്തിരുന്ന് മുറിക്കകത്തിരുന്ന് നിലവിളിച്ച് കരയുന്ന അവസ്ഥ ഉണ്ടാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. നീ തേടിപ്പോയി കണ്ടെത്തുവാൻ കഴിയാത്തത് നിന്നെ തേടി വരിക. അവിടെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് സന്തോഷത്തോടെ പങ്കുവയ്ക്കട്ടെ. ആ തേടി വരുന്നത് ഒരു വീട്ടു ഉടയവനാണ്. മീൻസ് സ്തോത്രം, ഒരു സാധാരണ ഏജൻ്റ് അല്ല. അതെ, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഏജൻറ്റിനെയാണ് നിങ്ങൾ സമീപിച്ചതും. സഹോദരി നിന്നോടാ, നീ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏജൻറ്റിനെയാണ്. എന്നാൽ ഏജൻ്റ് അല്ല, ഡയറക്റ്റായിട്ടുള്ള ചില നിയമനങ്ങൾ എൻ്റെ ദൈവം തരുവാൻ പോകുക. സഹോദര സഹോദരി, ഡയറക്റ്റായിട്ടുള്ള നേരിട്ടുള്ള ചില നിയമനങ്ങൾ. യെസ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ആ മെയിൽ നിൻ്റെ ഇൻബോക്സിൽ വരിക. യെസ്, ഓ താങ്ക് യു ലോർഡ്. ആ ഫോൺ കോൾ നിൻ്റെ ഫോണിൽ വരിക, ആ മെസ്സേജ് നിൻ്റെ ഫോണിൽ വരിക. യെസ്, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ. നോക്കൂ, ഞാൻ ഈ ആലോചനകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പങ്കുവയ്ക്കുമ്പോൾ ഞാൻ ഒത്തിരി സംശയാലുവായി ഞാൻ ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. കർത്താവേ, ഇത് വലിയൊരു ആലോചനയാണ് അമേൻ, വലിയൊരു പ്രവൃത്തിയാണ്. കാരണം ഇവർ ഒത്തിരി നാളുകളായി നിങ്ങളെക്കുറിച്ച് തന്നെ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുക, അന്വേഷിക്കുക. മുട്ടാത്ത വാതിലുകളില്ല, തുറന്നു കിട്ടുന്നില്ല, പ്രതീക്ഷയോടെ നോക്കാത്ത മുഖങ്ങളില്ല, നിങ്ങളുടെ ചാറ്റ് ഹിസ്റ്ററിയിൽ വരാത്ത മെയിലുകളില്ല, കമ്പനികളില്ല. എല്ലായിടത്തും ട്രൈ ചെയ്തു, ഒരിടത്തും വേക്കൻസി ഇല്ല. അമേൻ, സ്തോത്രം. ഒരിടത്തും വേക്കൻസി ഇല്ല. പക്ഷേ വേക്കൻസി ഉള്ളയിടത്തു നിന്ന് നിങ്ങളെ തേടി അമേൻ നിങ്ങൾക്കൊരവസരം. സ്തോത്രം. ഇത് ജോലി സംബന്ധമായിട്ട് മാത്രമല്ല കേട്ടോ. കർത്താവ് സഹോദരൻ നിനക്ക് വേണ്ടി ചിലരെ അയക്കുക. നിനക്ക് സ്തോത്രം, നീ എത്തേണ്ട സ്ഥാനത്ത് എത്തുവാൻ, നിന്റെ ആ ഭവനത്തിനകത്ത്, നിന്റെ
ആഗ്രഹം അതാണ്. എപ്പോഴും അറിഞ്ഞോ അറിയാതെ പുറത്തായി പോയ നിൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് തിരികെ എത്തുവാൻ കർത്താവ് ഇന്ന് ചിലരെ അയക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി നീ തിരികെ പ്രവേശിക്കുവാൻ പോകുക. ഓ ആമേൻ. സഹോദര, നഷ്ടപ്പെട്ടു പോയ നിൻ്റെ ഫാമിലി ലൈഫിലേക്ക് നീ തിരികെ ഒരു എൻട്രി എൻ്റെ ദൈവം ഒരുക്കി തരിക. അല്ലെങ്കിൽ നീ വിവാഹം കഴിഞ്ഞു, പക്ഷേ ഇതുവരെ ശരിക്കും നീ ആഗ്രഹിച്ചതുപോലുള്ളൊരു ദാമ്പത്യ ജീവിതം ഉണ്ടായില്ല. അതിലേക്ക് നീ പ്രവേശിക്കുവാൻ പോകുക. അതിന് തക്കവണ്ണം എൻ്റെ ദൈവം നീ എക്സ്പെക്റ്റ് ചെയ്ത സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുവാൻ, ആ സ്വപ്നങ്ങളിലേക്ക് നീ പ്രവേശിക്കുവാൻ എൻ്റെ ദൈവം ചിലരെ നിനക്ക് വേണ്ടി അയക്കുക. ഓ ആമേൻ, സ്തോത്രം. നിങ്ങൾ ഈ മെസ്സേജിന് ശേഷം ഈ ഉപമ, ഇത് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞൊരു ഉപമയാണ്. ഈ ഉപമ നല്ലവണ്ണം വായിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിശ്ചയമായും നിങ്ങളോട് സംസാരിക്കും കേട്ടോ. നോക്കൂ, ഒപ്പം 20-ാം 7-ാമത്തെ വാക്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി വായിക്കാം. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായ കൊണ്ടത്രേ എന്ന് അവർ പറഞ്ഞപ്പോൾ നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ ഈ വീട്ടുടയവൻ വന്നിട്ട് ഒരുപാട് പേർ വെയിറ്റ് ചെയ്ത് നിൽക്കുക ജോലിക്ക് വേണ്ടി. ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുടെ പ്രത്യേകത എന്താണ്? നോക്കൂ, ഈ വീട്ടുടവൻ പുറപ്പെട്ടു. 6-ാം മണി നേരത്ത് പോയി തെരുവിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരിൽ നിന്ന് ഒരു കൂട്ടത്തെ വിളിച്ചു ജോലി സ്ഥലത്ത് കൊണ്ടുവന്നാക്കി. നിങ്ങൾ ശ്രദ്ധിക്കണമേ, 6-ാം മണി നേരം, നല്ല രാവിലെ, അതായത് 6 മണിക്ക് നമ്മുടെ സാഹചര്യമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ. രാവിലെ 6 മണിക്ക് നമ്മൾ ജോലിക്കായി ഒരുങ്ങി ഇറങ്ങിയാൽ 8 മണിക്ക് ജോലി തുടങ്ങാൻ പറ്റും അല്ലേ? കറക്റ്റ് സമയത്തിന് ജോലി തുടങ്ങാൻ പറ്റുന്ന, ആർക്കും കുറ്റമൊന്നും പറയാൻ പറ്റാത്ത. അടുത്ത് 9-ാം മണി നേരത്ത് അവിടെ 1 മണിക്കൂർ താമസിക്കുകയും ചെയ്തു. എത്തുമ്പോൾ 2 മണിക്കൂർ ലേറ്റുമാകും. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ മതി. അത് കുറച്ച് പ്രശ്നമാണ്. ഉടമസ്ഥൻ്റെ, നമുക്ക് കൂലി തരുന്നവൻ്റെ മുഖം വാടും. പക്ഷേ ഇവിടെ അവൻ വിളിച്ചത് ഉടമസ്ഥനാണ്, അതുകൊണ്ട് മുഖം വാടത്തില്ല. എന്നാൽ അതിലപ്പുറമായി ഇനിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്താ? 11-ാം മണി നേരത്ത് ചിലരുടെ അടുക്കലെത്തി. ആമേൻ. 11-ാം മണി നേരത്ത് 6-ാമത്തെ വാക്യത്തിലേക്ക് ചിലരുടെ അടുക്കലെത്തി. അപ്പോൾ അവിടെ 11-ാം മണി നേരത്തും ചിലരുണ്ട്. 6-ാം മണി നേരത്ത് ആ സമയത്ത് രാവിലെ നിങ്ങൾക്ക് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുവാൻ കഴിയുന്നുണ്ടോ? നാട്ടിൻ പുറത്ത് അല്ലെങ്കിൽ ടൗണിലൊക്കെ ഇപ്പം കാണുവാനായിട്ട് കഴിയും. ഈ ബംഗാളി തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ കൂടുതലായുള്ള സ്ഥലങ്ങളിൽ രാവിലെ ഒരു കൂട്ടം ആൾക്കാർ ഡ്രസ്സുമൊക്കെ ആയിട്ട്, ജോലി തുണിയൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യും ജോലിക്ക് പോകാനായിട്ട്. രാവിലെ പോയാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ അവരെ ജോലിക്കായിട്ട് വിളിക്കാം. സ്ഥിരമായി ജോലിയില്ലാത്തവർ, സ്ഥിരമായി ജോലിയില്ലാത്ത ചിലർ, സ്തോത്രം, നല്ല ജോലി കിട്ടുന്ന സാഹചര്യത്തിലാണ് ആ രാജ്യത്ത്, അവിടെ അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നല്ല ജോലിക്കാരനാണ്, എല്ലാം ഉണ്ട്, പക്ഷേ സ്ഥിരമായിട്ട് ജോലിയില്ല. അങ്ങനെയുള്ള ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. കർത്താവ് സ്ഥിര വരുമാനത്തിൻ്റെതായ വഴികളെ തുറന്ന് നിങ്ങളെ മാനിക്കുവാൻ പോവുകയാണ്. ആഴ്ചയിൽ 1 ദിവസമുണ്ട്, 2 ദിവസമുണ്ട്, മാസത്തിൽ 5 ദിവസം, നോ, സ്ഥിര വരുമാനം. ലീവില്ലാത്ത വിധത്തിലുള്ള, അതിനുവേണ്ടി പിന്നീട് പ്രാർത്ഥിക്കുക, ഇല്ലാത്ത വിധത്തിലുള്ള സ്ഥിര വരുമാനത്തെ തന്ന് എൻ്റെ ദൈവം നിങ്ങളെ മാനിക്കുവാൻ പോകുക. അപ്പോൾ നോക്കിയേ, അത് കഴിഞ്ഞ് 9-ാം മണി നേരമായി. ഈ 9-ാം മണി നേരമാകുമ്പം ആളുടെ എണ്ണം കുറയും. കുറേ പേര് ജോലിക്കായിട്ട് പോകും, ബാക്കി കുറേ പേര് തിരികെ വീട്ടിൽ പോകും. കാരണം ഇനി നിന്നിട്ട് കാര്യമില്ലെന്ന് അവർക്കറിയാം, പ്രതീക്ഷയ്ക്ക് വകയില്ല. അത് കഴിഞ്ഞും 11-ാം മണി നേരം പിന്നെ ഒട്ടും സാധ്യതയില്ല കേട്ടോ. പക്ഷേ ചിലർ പിന്നെ നിൽക്കും, തിരിച്ചു പോകാൻ പറ്റാത്ത സ്ഥിതിയിൽ നിൽക്കുന്നവർ കാണും. ഇപ്പോൾ കുടുംബവും പ്രാരാബ്ധമൊക്കെ ഉള്ളവർ എങ്ങനെ തിരിച്ചു പോകും? പ്രതീക്ഷയോടെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ജോലി കിട്ടി വൈകുന്നേരം ആ കൂലിയുമായിട്ട് വരുമെന്ന് ഭാര്യ നോക്കിയിരിക്കും, മക്കൾ നോക്കിയിരിക്കും. 100 ആവശ്യങ്ങളുണ്ട് നിന്നെക്കുറിച്ച് തന്നെയാണ് സഹോദര സഹോദരി. 100 ആവശ്യങ്ങളുണ്ട്, നിനക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട് പൂർത്തീകരിക്കുവാൻ. പക്ഷേ നഷ്ടപ്പെട്ടവനായി, മീൻസ് ഇല്ലാത്തവനായി നിനക്ക് തിരികെ വീട്ടിൽ വരുവാൻ വയ്യ, വീട്ടിൽ വന്ന് കയറുവാൻ, ആ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും വയ്യ. അതുകൊണ്ട് അവിടെ തന്നെ അങ്ങനെ നിൽക്കുക അല്ലേ? അതുകൊണ്ടല്ലേ അവിടെ തന്നെ തുടരുന്നേ? കേൾക്ക്, സമയം കഴിഞ്ഞു പോയി, ഒരു സാധ്യതയില്ല. പക്ഷേ ദൈവം അയച്ചവൻ അവനെയും ജോലിക്കായിട്ട് വിളിക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ. ഒത്തിരി നാളുകൾ കഴിഞ്ഞു പോയി, ലേറ്റായിപ്പോയി, ഇനി സാധ്യതയില്ല എന്ന് ചിന്തിച്ചായിരിക്കുന്ന നിന്നെ എൻ്റെ കർത്താവ് ജോലിക്കായി എടുക്കുക. താങ്ക് യു ലോർഡ്. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, അതിൽ നിന്ന് അധികാരമുള്ളവർ നിൻ്റെ അടുക്കലേക്ക് വരിക. ആമേൻ. അധികാരമുള്ളവർ, നിന്നെ ജോലിക്ക് വയ്ക്കുവാൻ കഴിയുന്ന, ഹയർ ചെയ്യുവാൻ കഴിയുന്ന അധികാരമുള്ളവരെ എൻ്റെ ദൈവം അയക്കുവാൻ പോകുക. താങ്ക് യു ലോർഡ്. ആമേൻ, സ്തോത്രം. തേടിച്ചല്ലാതെ അല്ലെങ്കിൽ തേടിച്ചെന്ന് കിട്ടാത്തിടത്ത് നിന്ന്
ആമേൻ. ഏറ്റവും ശ്രേഷ്ഠകരമായത് നൽകുവാൻ തക്കവണ്ണം അതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മൾ തേടി കിട്ടുന്നതിനും നമ്മൾ തേടി വരുന്നതിനും പ്രത്യേകതകളുള്ളത് ഞാൻ ആവർത്തിച്ച് പറയട്ടെ. നിങ്ങൾക്ക് ഈ മെസ്സേജ് അനുഗ്രഹമാണെങ്കിൽ നിശ്ചയമായി നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യണം. ആമേൻ. സ്പെഷ്യലായിട്ടുള്ളത് നിങ്ങളെ തേടി വരുവാൻ പോകുക. നോക്കൂ, സമയം കഴിഞ്ഞു പോയി, ആരും വിളിച്ചില്ല, സങ്കടത്തോടെ ആയിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ശുശ്രൂഷക സങ്കടത്തോടെ സമയം കഴിഞ്ഞു പോയി. ഇനി നല്ലൊരു സഭ, ഇനി നല്ലൊരു ഒരു സാധ്യതയില്ല. പക്ഷേ ദൈവം നിനക്ക് വേണ്ടി ഒരാളെ അയക്കുക. ആ ബിസിനസ് ചെയ്യുന്ന സഹോദര, സമയം കഴിഞ്ഞു പോയി, ഇനി സാധ്യതകളൊന്നുമില്ല. നിൻ്റെ സ്ഥാപനം മെച്ചപ്പെടുവാൻ അതിനേക്കാൾ നല്ല സ്ഥാപനങ്ങൾ വന്നു, ചെറുതാകട്ടെ വലുതാകട്ടെ, പല പല ബിസിനസ് ഗ്രൂപ്പുകൾ വന്നു. ഇനി നിനക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയില്ല. നീ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പാടാണ്. കാരണം നീ ഒത്തിരി വാതിലുകൾ മുട്ടിയതാണ്, നീ ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷേ ഞാൻ പറയട്ടെ, ദൈവം ചിലരെ അയക്കും നിനക്ക് വേണ്ടി. ഈ ദിവസങ്ങൾ നിൻ്റെ ബിസിനസ്സിനൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുവാൻ, നിൻ്റെ ബിസിനസ്സിൻ്റെ പേര് ആ പട്ടണത്തിൽ അറിയപ്പെടുവാൻ തക്കവണ്ണം ദൈവം ചിലരെ അയക്കും. ഓ യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. നോക്കൂ, 20:10 വരുമ്പോൾ മുൻപന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടുമെന്ന് നിരൂപിച്ചു. അവർക്കും ഓരോ വെള്ളി കാശ് കിട്ടി. എന്ന് പറഞ്ഞാൽ 6 മണിക്ക് പോയവന് കിട്ടിയത് തന്നെ 11 മണിക്ക് പോയവനും കിട്ടി. അർത്ഥം, ഒരുപാട് നാൾ ജോലിയില്ലാതെ നിന്നതുകൊണ്ട്, ഒരുപാട് നാൾ ജോലിയില്ലാതെ നിന്നാൽ ഒരുപാട് കടമുണ്ടാകും, ഒരുപാട് സങ്കടങ്ങളുണ്ടാകും, ഒരുപാട് നിരാശകളുണ്ടാകും. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ചില ഞെരുക്കത്തിൻ്റെയൊക്കെ അവസ്ഥ വരുമ്പോഴാണ് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. സത്യം പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലരെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ആമേൻ. എപ്പോഴും നിങ്ങൾ ഉള്ളവരായിട്ട് മാത്രം ഇരുന്നാൽ ചുറ്റുമുള്ളവരെല്ലാം നല്ലവരെന്ന് നിങ്ങൾക്ക് തോന്നും. അവരങ്ങനെ മേക്കപ്പൊക്കെ ഇട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. ആമേൻ. ഒരു ഇല്ലായ്മയൊക്കെ വരുമ്പോഴാണ് അവർ ആ മേക്കപ്പൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അവരുടെ ഒറിജിനൽ രൂപം നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ദിവസം ഇല്ലാതായിരുന്നത് ആമേൻ നല്ലതെന്ന് തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഒരുപാട് നാൾ ഇല്ലാതിരുന്നു, അപ്പോൾ കടമായി, ഒരുപാട് നിന്ന പരിഹാസം, സ്തോത്രം. അപ്പോൾ സാധാരണഗതിയിലൊന്ന് ചിന്തിച്ചാൽ 6 മണി നേരത്ത് ജോലിക്കായി തിരഞ്ഞെടുക്കപ്പെട്ടവന് ഒരു ഫുൾ ഡേ ജോലി ചെയ്യാൻ പറ്റും. 11 മണി നേരത്താണെങ്കിലോ ഉച്ചയ്ക്ക് ശേഷം ഹാഫ് ഡേ ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് പകുതിയേ കിട്ടാവുള്ളൂ. ഇനി കിട്ടിയാലും എന്തിന്, അതും ഒരു ചോദ്യമാണ്. ഇനിയിപ്പം നല്ലൊരു ജോലി കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വീട് വയ്ക്കണം, വസ്തു വാങ്ങണം, കടം തീർക്കണം, മക്കളെ കെട്ടിച്ച് വയ്ക്കണം, മക്കളെ പഠിപ്പിക്കണം, 100 കാര്യങ്ങൾ. ഇനിയിപ്പോൾ ജോലി കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ലോൺ എടുത്ത് പഠിച്ചതാണ്, ആ ലോൺ കിടന്ന് പെരുകി നിങ്ങൾ ഇനിയുള്ള കാലം മുഴുവൻ ജോലി ചെയ്താൽ ലോൺ അടച്ച് തീർക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഇനി കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് മനസ്സ് മടുത്ത് ചില പിള്ളേർ പറയുക, ഞങ്ങൾ തിരിച്ചു വരിക അമ്മ ഞങ്ങൾ തിരിച്ചു വരിക, ഞങ്ങൾക്ക് വയ്യ. നീ സങ്കടത്തോടെ ആയിരിക്കുക. കേൾക്ക്, ഹാഫ് ഡേയുടെ കൂലി കിട്ടാനുള്ളവന് 6 മണി നേരത്ത് വിളിക്കപ്പെട്ട് പറഞ്ഞൊപ്പിച്ച സെയിം കൂലി ദൈവം നൽകി. ഓ താങ്ക് യു ലോർഡ്. നീ ഇന്നലകളിൽ ജോലി ചെയ്യുവാൻ കഴിയാതെ അല്ലെങ്കിൽ പോകുവാൻ പറ്റാതെ, ഒന്നാമത്തേത് ആരോഗ്യകരമായ കാരണങ്ങളാകാം, നിനക്ക് പറ്റിയില്ല, അപ്പോഴുള്ള കൂലിയും കർത്താവ് തരുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ. നീ ഇന്നലകളിൽ ജോലിക്കായി അന്വേഷിച്ചു, നല്ല ജോലി കിട്ടിയില്ല, ആ സമയത്തുള്ള കൂലിയും കർത്താവ് തരിക. ഓ താങ്ക് യു ലോർഡ്. കർത്താവ് ചിലരെ അയക്കും, നിന്നെ ജോലിക്കായി എടുക്കും. ഇന്നലകളിൽ നീ ജോലി ചെയ്യാതിരുന്ന ദിവസത്തിന് കൂടെ കർത്താവ് കൂലി തന്ന് നിന്നെ മാനിക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ. ആമേൻ. കേൾക്ക്, ഒത്തിരി ഇൻ്റർവ്യൂ ബോർഡുകൾ തഴഞ്ഞ, ഒത്തിരി പേർ മാർക്കിട്ടിട്ട് ശരിയായിട്ടുള്ള മാർക്ക് കിട്ടാത്ത, ക്വാളിറ്റി ഇല്ല, യോഗ്യതയില്ല, കഴിവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ നിന്നെ എൻ്റെ കർത്താവ് ചിലരെ അയച്ച് ജോലിക്കായി എടുക്കുവാൻ പോകുക. യെസ്, റെഡിയാണോ? പ്രാർത്ഥിക്കുവാൻ, പ്രാപിക്കുവാൻ. ഞാൻ പറയട്ടെ, നോക്കൂ, ഇത് കേൾക്കുന്നവരും പ്രാപിക്കുന്നവരുമൊക്കെ കർത്താവിനൊപ്പമായിരിക്കുന്നവരാണ്. നിങ്ങളെപ്പോഴും ഈ കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇതിവിടെയാണ് സംഭവിക്കുന്നത്. യേശുവിനൊപ്പമായിരിക്കുന്നു മീൻസ് നിരന്തരമായ കൂട്ടായ്മ, പ്രാർത്ഥന, ഉപവാസം. ഈ നിരന്തരമായ കൂട്ടായ്മയ്ക്കും പ്രാർത്ഥനയ്ക്കും ഉപവാസം കൂടിയേ തീരത്തുള്ളൂ. അപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കും അതിനൊക്കെയുള്ള സാധ്യതയുണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ ദിവസങ്ങളും ദൈവവചനത്തിനോടൊപ്പമായിരിക്കുവാനും ദൈവിക ആലോചനകൾ കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് പ്രൈസർ ഫാമിലിക്കൊപ്പം. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക, നമ്പറുകളിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക, ഒപ്പം നിൽക്കുക. ഉപവസിക്കുവാൻ അതിനും അവസരമുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്.
കോൺടാക്ട് ചെയ്തോ. കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് മെസ്സേജുകൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30-നും 8:30-നും ഇടയ്ക്കുള്ള സമയത്ത് ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. നമ്മൾ ഒരുമിച്ച് ശുഭയാത്ര യേശുവിലൂടെ യേശുവിങ്കിലേക്കെന്ന പ്രതിദിന വചന സന്ദേശവുമായി ഉണ്ടായിരിക്കും. നിങ്ങൾ നോട്ട് ചെയ്തേക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുക. നമ്മൾ ഒരുമിച്ചായിരിക്കും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കും. സഭാരാധനയുണ്ട് ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് സ്റ്റാർ ഫാമിലി വാർഷിപ്പ് സെൻറ്ററിൽ വെച്ച് വെള്ളിയാഴ്ച ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്, ലൈവുണ്ട്. നിങ്ങൾക്ക് നേരിട്ടും കടന്നു വരാം. സഹോദരിമാരുടെ മീറ്റിംഗ് ചൊവ്വാഴ്ചയുണ്ട് രാവിലെ 11:30 മണി മുതൽ 11 മണി മുതൽ കടന്നു വന്നാൽ ബ്ലെസ്സിങ് ആയിരിക്കും. കണ്ണടച്ച വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ, കേൾപ്പിച്ച വചനത്താൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരൊത്തിരി തേടി അലഞ്ഞിട്ട് അപ്പോൾ ഇവർക്ക് ലഭിക്കാത്തത് ആളെ അയച്ച് സ്വർഗമങ്ങ് നൽകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. നല്ല ജോലികളെ നൽകി മാനിക്കണമേ. എല്ലാ തൊഴിൽ തടസ്സങ്ങളും മാറട്ടെ. ഇനിയും ജോലിക്കായുള്ള കാത്തിരിപ്പ് തുടരുവാൻ ഇടവരാത്ത വിധത്തിൽ സ്വർഗം ഇവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം. ഇവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവർ, ജോലി ചെയ്യുവാൻ കഴിയാതെ, സമ്പാദിക്കുവാൻ കഴിയാതെ, പല പല രോഗങ്ങളാൽ കുടുംബം നോക്കാതെ, മക്കളുടെ കാര്യം നോക്കുവാൻ കഴിയാതെ, സ്വന്തം കാര്യം നോക്കാതെ കഴിയാതെ ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ ആരോഗ്യമുള്ളവരായി മാറട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കുത്തുകൾ യേശുവിൻ നാമത്തിൽ കുടുംബങ്ങൾക്ക് ന്ന് മാറിപ്പോകട്ടെ. നല്ല ജോലി ഉണ്ടായിരുന്നിട്ടും ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ അല്ലെങ്കിൽ കിട്ടുന്നത് മുഴുവൻ നഷ്ടപ്പെടുത്തി കളയുന്ന മദ്യത്തിൻ്റെ ആസക്തികൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. തലമുറകളുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ. വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. പഠിക്കുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. IELTS, OET, പ്രോമെട്രി, MOH എക്സാമുകൾ എഴുതുന്ന സഹോദരിമാരെ സഹോദരന്മാരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. നല്ല റിസൾട്ട് നൽകി മാനിക്കണമേ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. ഇവർ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെ ഈ ദിവസങ്ങൾ സാധ്യമായി തീരട്ടെ. ഭവനങ്ങൾ പണിയട്ടെ, വസ്തുക്കൾ വാങ്ങട്ടെ, ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരും. ഈ ദിവസങ്ങൾ അധികമായി കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, പ്രൈസർ ഫാമിലിയുമായി ചേർന്ന് അനേകരെ നേടുവാനും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും സ്വർഗം ഇവർക്ക് അങ്ങ് അവസരം നൽകിയാട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ സ്വർഗീയ സാന്നിധ്യം വിടുതൽ കാരണമാകുമെന്ന് തുടർമാനമായി ചലിച്ചുകൊണ്ടിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയർ ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.